ഡീൽ ആരോപണത്തിൽ വാക്പോര് കടുപ്പിക്കുകയാണ് നേതാക്കൾ. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി മുസ്ലിം നാമധാരി ആയതുകൊണ്ടാണോ ഡീൽ എന്ന ആരോപണം എന്ന് പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഡീലിന്റെ ഭാഗമായാണ് രാജ്യസഭാംഗത്വം രാജിവെച്ച് KC വേണുഗോപാൽ ലോക്സഭയിലേക്ക് മത്സരിച്ചതെന്നും മുഖ്യമന്ത്രി തിരിച്ചടിച്ചു. എന്താണ് ഇപ്പോൾ ഡീൽ എന്ന് പറയുന്നതിന്റെ അർത്ഥം? എനിക്ക് അത്ര ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. ഒരു മുസ്ലിം നാമധാരിയാണ് അവിടെ ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ളത്. അതുകൊണ്ടാണോ ഡീൽ എന്ന് പറയുന്നത്? RSSുമായി പണ്ടേ കൂട്ടുകൂടുന്നവരാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടി. ഇപ്പോഴും അവരുടെ അജണ്ടയിൽ പലതും ഉണ്ടാവും. അതിന്റെ ഭാഗമായി മുൻകൂർ ജാമ്യമെടുക്കലാണ് ഞങ്ങൾക്ക് നേരെ ആക്ഷേപം ഉന്നയിക്കുന്നത് എന്ന് കാണണം. ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾക്ക് വലിയ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ നേതാവുണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ ലോക്സഭാ മെമ്പറാണല്ലോ. ആ ലോക്സഭാ മെമ്പറാകുമ്പോൾ BJPക്ക് ചെയ്തു കൊടുത്ത ഉപകാരം എന്തായിരുന്നു? രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്നില്ലേ അദ്ദേഹം? ആ രാജ്യസഭാംഗത്വം രാജിവെച്ചാൽ അവിടെ BJPയാണ് ജയിച്ചു വരിക എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. CPIM BJP ഡീൽ ആരോപണം പ്രതിപക്ഷം ആവർത്തിച്ചു. ഡീൽ എന്ന് പറഞ്ഞാൽ ഡീൽ എന്നും അത് കേൾക്കുമ്പോൾ മുഖ്യമന്ത്രി പ്രകോപിതനാകുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. കേരളം കൈവിട്ടു പോകും എന്ന് കണ്ടപ്പോൾ ഏറ്റവും വലിയ അധാർമികതയ്ക്ക് CPIM നേതൃത്വം നൽകുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും കുറ്റപ്പെടുത്തി. അപ്പോൾ വ്യാപകമായി നിരവധി സീറ്റുകളിൽ കാസർഗോഡ്, മഞ്ചേശ്വരം, റാന്നി, കോന്നി, ചെങ്ങന്നൂര്, ഏറ്റുമാനൂര്, തൃപ്പൂണിത്തുറ തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ ഡീലാണ്. മുഖ്യമന്ത്രി എന്തിനാ പ്രകോപിതനാവുന്നത്? മുഖ്യമന്ത്രി കോലീബി എന്ന് പറയാ. ആ മുഖ്യമന്ത്രിയല്ലേ RSSന്റെ കൂടെ പിന്തുണയോടുകൂടി ജയിച്ച് MLA ആയത് 77? ആർക്കറിയാൻ പാടില്ലാത്തത്? കേരളം കൈവിട്ടു പോകുമെന്ന് കണ്ടപ്പോൾ ഏറ്റവും വലിയ അധാർമികമായ രാഷ്ട്രീയ ധാരണക്കാണ് CPM നേതൃത്വം കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തെളിവുകളാണ് പല സീറ്റുകളിലും CPM BJPക്ക് ജയിക്കാൻ പറ്റുമോ എന്നുള്ള അവസരം ഉണ്ടാക്കുന്നതിനോട് ശ്രമിച്ചിട്ടുള്ളത്. പല സീറ്റുകളിലും BJPക്ക് ഏറ്റവും ശക്തിയുള്ള സീറ്റുകളിൽ പോലും അവർ നേരിട്ട് സ്ഥാനാർത്ഥികളെ നിർത്താതെ CPMന് അനുകൂലമായിട്ടുള്ള നടപടി ഉണ്ടാക്കിയിരുന്നു. ഇത് പാർട്ടി അണികൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. CPMഉം BJPയും രണ്ടുപേരും അവരുടെ അണികളെ വഞ്ചിച്ചുകൊണ്ടാണ് സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഡീല് നടത്തുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.